നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മുളക് ചെടി ഇതാ അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് ഫ്ലവറിങ് ഇട്ട് അടിയിൽ കായ പിടിച്ച് കണ്ട കായകളിങ്ങനെ പിടിച്ച് അത്യാവശ്യം കായകളായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഈൽഡ് എനിക്ക് മുളകിൽ കിട്ടാറുണ്ട്. കണ്ട ഓരോ ഇതിലും പൂ വിരിയണു, അടുത്ത ഇത് വരണു, അടുത്ത തണ്ട് വിരിയണു, പൂ വിരിയണു, അടുത്ത മുളക് വരണു, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ട എന്താ പറയുക, വളരീതി എന്ന് പറയണത് നിസ്സാരമായ വളരീതി. നമ്മുടെ വീട്ടിലെ ജൈവ വസ്തുക്കൾ എന്താണെങ്കിലും നമ്മൾ ഈ ഓവറായിട്ട് പൊടിപ്പിച്ച് നമ്മൾ വളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ നമ്മൾ രാസവളം കൊടുക്കുന്നവരാണെങ്കിൽ രാസവളം കൊടുക്കുക. അതിൻ്റെ ഇതും ഒക്കെ ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. വിശദമായിട്ട് രാസവളം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. രാസവളം കെമിക്കൽ ഫെർട്ടിലൈസറുകളായാലും നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗ്രാം എന്നുള്ള കണക്കുണ്ട്, അതിൽ നമ്മൾ കൊടുക്കണം എപ്പോഴും. നമ്മൾ അതിനൊക്കെ നമുക്കൊരു സ്കെയിൽ ആവശ്യമാണ്. ഒരു വെയിറ്റ് നോക്കാൻ, വളം എടുക്കുന്ന വെയിറ്റ് നോക്കാനും. ലിക്വിഡ് ഫോമിലുള്ളതാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണം, അതിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പറയണത് എന്താ വെച്ചാൽ, നമ്മൾ പല വീഡിയോസും നമ്മൾ കാണുമ്പോൾ ഈ ജൈവരീതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കണ്ട ഓരോ ഇതിലും നമുക്ക് നോക്ക് ജൈവരീതി എന്ന് പറഞ്ഞിട്ട് നമുക്കിത് നമ്മളോട് പറയണ പോലെ അതിൻ്റെ ഉള്ളിൽ കുറേ സീക്രട്ടുകളുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാരും പുറത്ത് വിടില്ല. നമ്മൾ അറിയണ കാര്യങ്ങൾ ഫുള്ള്, നമ്മൾ കൃഷി ചെയ്യണ രീതികൾ അറിയണ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനിപ്പോൾ അത് കാണിച്ചത് എന്താ, അത് മാത്രം കാണിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല, ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കറക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട എല്ലാത്തിലും എൻ്റെ മുളക് ചെടിയിൽ എല്ലാത്തിലും അത്യാവശ്യം കായ ഉണ്ടാവും. സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റേജാണ്. ഇതിൽ നമ്മൾ വളം എടുത്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് സ്റ്റേജിലേക്ക് ഇത് സ്പ്രെഡാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കൃഷിയിൽ മനസ്സിലാക്കാണ്ട്. വിശദമായിട്ട് ഞാനൊരു 10-15 വീഡിയോസ് ഞാൻ വീണ്ടും ഈ മുളകിൻ്റെ മാത്രം ചെയ്യും. കാരണം നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് നിങ്ങൾ കൃഷി ചെയ്യണം. ഓക്കെ.